Hello, ladies and gentlemen. Welcome back to our channel. Our happy face. ഇന്ന് ശരിക്കും ഹാപ്പിയാ. Yes, ശരിക്കും ഹാപ്പിയാണ്. കാരണം ഇന്നത്തെ ഒരു റിവ്യൂ നമ്മളൊരു ബ്രൗണീനെ കുറിച്ചിട്ടാണ്. ബ്രൗണി എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഞാൻ അത്ര ചോക്ലേറ്റ് ഫാൻ അല്ല. അത്ര ഇഷ്ടമല്ല, ബട്ട് ഐ പേഴ്സണലി ലവ് ബ്രൗണീസ്. അപ്പം വാട്ട് ഐ ഡു ഇസ് എനിക്ക് എന്തെങ്കിലും ബ്രൗണി ഒക്കെ കഴിക്കണമെങ്കിൽ ഞാൻ സെർച്ച് ചെയ്യും സ്പെസിഫിക്കലി നല്ല ബ്രൗണീസ് എവിടെ കിട്ടുന്നതെന്ന്. സോ today we are here to tell you about the best brownies ever I have had in my life. ഇത്ര ഹൈപ്പ് കൊടുത്തിട്ട് ഒരു ബ്രൗണീനെ കുറിച്ച് പറയുന്നതും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ ഇവൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നമ്മൾ ഇത്ര വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൾ ഇത്രമാത്രം ഹൈപ്പ് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നാലാളറിയണം, ഇത് നിങ്ങളും ടേസ്റ്റ് ചെയ്യണം. ഇത് വൺ ഓഫ് ദി ലീഡിങ് ബ്രാൻഡ് തന്നെയാണ്. നമുക്ക് മലയാളികളുടെ ഇടയിൽ എനിക്ക് തോന്നുന്നത് ഇത് അത്ര ഫേമസ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ യു എയിൽ ദെൻ വൺ മോർ തിങ് ഇത് യു എയിലുള്ളവർക്കാണ് ഈ വീഡിയോ. സോറി ഗായ്സ്, എൻ്റെ നാട്ടിലുള്ള ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു അഡ്രസ്സ് തരാം, അവർ നാട്ടിലെത്തിക്കുകയോ നോക്കി വെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരും. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രാൻഡിനെ കുറിച്ചിട്ട് പറയാം. ഇത് എങ്ങനെ കണ്ടുപിടിച്ചു. ഇത് ഫ്രഷ് ബാച്ച്. This is the brand we are talking about, and this is the box of brownies that we have. We have got brownies so good they practically melt in your mouth, and literally it melts in your mouth. ഈ ഒരു ബ്രൗണി നമ്മൾ വായിലിടുമ്പോൾ അത് വായിൽ വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം തിക്ക് ചോക്ലേറ്റ് വെച്ചിട്ടുള്ളത്. നോർമൽ ബ്രൗണീസിൽ സ്പഞ്ച് പോർഷൻ കൂടുതലുണ്ടാവും, ആ ഒരു കേക്ക് പോർഷൻ കൂടുതലുണ്ടാവും. ഇതിൽ എങ്ങനെയാണാവോ കേക്ക് പോർഷൻ കുറവാണ്, ചോക്ലേറ്റ് പോർഷൻ നല്ല കൂടുതലുണ്ട്. ഒപ്പം അതിലൊരു വൈറ്റ് ചോക്ലേറ്റ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ എഴുതിയ ക്യാപ്ഷൻ പോലെ തന്നെ ഇറ്റ് വിൽ മെൽറ്റ്. വായിൽ വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ അലിഞ്ഞു പോകുന്നൊരു ബെസ്റ്റ് ബ്രൗണി എന്ന് തന്നെ പറയാം. ഞാൻ ഇത്ര ചോക്ലേറ്റ് ഫാൻ അല്ലാതെ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് തോന്നുന്നത് ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ. ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ. സോ ബേസിക്കലി ഫ്രഷ് ബാച്ച് എന്ന് പറയുന്ന ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഇതുണ്ട്, പേജ് ഉണ്ട്. സോ ഇഫ് യു വാണ്ട് ടു ഓർഡർ യു ക്യാൻ ഓർഡർ ത്രൂ ദെയർ വെബ്സൈറ്റ്, ഫ്രഷ് ബാച്ച് വെബ്സൈറ്റ്. ഇല്ലെങ്കിൽ തലാബാത്ത് ഉണ്ട്, പിന്നെ കരീമിലും കിട്ടും. ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് അറൌണ്ട് 2 ഡെലിവറി ഡേയ്സ്. 2 ഡേയ്സ് കഴിഞ്ഞ് ഡെലിവർ ആവത്തുള്ളൂ. ബട്ട് ത്രൂ തലാബാത്ത് ആൻഡ് കരീം യു ക്യാൻ ഗെറ്റ് ഇറ്റ് ലൈക്ക് വെറെവർ യുവർ ലൊക്കേഷൻ ഇസ്. സോ നമുക്ക് ഇനി ബ്രൗണി കാണിച്ച് ടേസ്റ്റ് ചെയ്യാം. ഇത് മേടിച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ടുണ്ട്. ഹാഫ് അവർ ആയിട്ട് 5 ദിവസമാണ് ഇവർക്ക് ഷെൽഫ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇത് 5 ദിവസം ഒന്നും ഇരിക്കില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് 5 ദിവസം ഒന്നും ഇരിക്കില്ല, മാക്സിമം 3-4 ദിവസം. ഇത് ചെറിയ ചെറിയ ക്യൂബ്സിലാണ് വരുന്നത്. കാണിച്ചു തരാം, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. This is how the packaging looks like. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. തുറക്കുമ്പം വി ഹാവ് 36 മിനി ബ്രൗണീസ്. ആസ് യു ക്യാൻ സീ ഇതിൽ 36 ഇല്ല ഇപ്പോൾ, ബിക്കോസ് ഇത്ര നമ്മൾ കഴിച്ചു ഓൾറെഡി. ബട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഐ മീൻ ദിസ് ഇസ് സോ ക്യൂട്ട്. ഇത് കാണാൻ തന്നെ എന്ത് രസമാണ്. ആൻഡ് ഇസ്കെ അന്തർ ന വോ ഹൈ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്. ഈ വേരിയൻ്റാണ് ഞങ്ങൾ മേടിച്ചത്. സോ ദേ ഹാവ് ലൈക്ക് 2 to 3 types of brownies also if you look into തലാബാത്ത്. അപ്പം ഞങ്ങൾ ഇത് കിഡ്സ് ഒറിജിനൽ ആ മേടിച്ച്. എനിക്ക് തോന്നുന്നത് അങ്ങനെ 3-4 വെറൈറ്റി ഉണ്ട്. ഗാലക്സി ബ്രൗണി ഉണ്ട്, ദെൻ ദിസ് കിഡ്സ് ഒറിജിനൽ ഉണ്ട്. ഇതിൽ വൈറ്റ് ചോക്ലേറ്റ് വരും, ഒരു മിൽക്കി ബാറിന്റെ ഒരു ടേസ്റ്റ് വരും അകത്ത്. അത് നല്ല രസം. അതായത് ഈ ചോക്ലേറ്റിന്റെ എന്താണ് ഡാർക്ക് ചോക്ലേറ്റ് ഫുള്ള് മെൽറ്റ് ആയി പോകുമ്പോൾ അതിന്റെ ഏറ്റവും ലാസ്റ്റ് നമുക്കൊരു വൈറ്റ് ചോക്ലേറ്റ് വരുമ്പോ ഡയറി മിൽക്ക് അല്ല മിൽക്കി ബാർ ഇങ്ങനെ കഴിക്കാം, നമുക്ക് ച്യൂ ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. And so this is how it looks like. നമുക്കൊരു ക്ലോസപ്പ് കാണാം. So cute. Like ഇതൊരു it's just for one bite. Definitely it's just for one bite. നമുക്ക് മുതലാവില്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരെണ്ണം കഴിച്ചാൽ പിന്നെ നമുക്ക് നമ്മളത് എൻ്റെ ഒരു ബുദ്ധിക്ക് കഴിക്കുമ്പോൾ ഞാൻ 2-3 ബൈറ്റ് ആയിട്ട് കഴിക്കും. സ്പൂണൊക്കെ ഇട്ടാ കഴിക്കുന്നവരും, ബട്ട് നോ നീഡ് ഓഫ് ദാറ്റ്. ഇത് നമുക്ക് ലിറ്ററലി ലൈക്ക് വി ക്യാൻ ജസ്റ്റ് പുട്ട് ഇറ്റ്. കണ്ടോ ഇതിലൊരു പോർഷൻ കണ്ടോ, ഇവിടെ ഫുള്ള് ഡാർക്ക് ചോക്ലേറ്റ് സെന്ററിൽ കാണാം. പിന്നെ മേലൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ചോക്ലേറ്റും ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ദർ ഈസ് കമ്മിങ് വൈറ്റ് ചോക്ലേറ്റ്. ദ ബെസ്റ്റ് തിങ് ഈസ് ഇത് അകത്ത് ഒത്തിരി ഫജ്ജി ഗൂയി ടെക്സ്ചർ ഉള്ള, ബട്ട് ഈ ഔട്ടർ ടെക്സ്ചർ എന്ന് പറയുന്ന ഒരു ക്രസ്റ്റ്, ഒരു ലിറ്ററലി ഒരു തിൻ ക്രസ്റ്റ് ലെയറാണ് വരുന്നത് ഇതിൽ, വിച്ച് ലുക്സ് റിയലി ഗുഡ് ആസ് യു ക്യാൻ സീ. ഞാൻ ആക്ച്വലി ഇതിനെ പറ്റിയൊക്കെ ഡ്രീം ചെയ്യും സത്യം പറയാലോ. മീൻസ് ഓഫീസിൽ ഇരുന്ന് ഐ എം ലൈക്ക് ഓ ഐ വോണ്ട് ടു ഹാവ് ദാറ്റ് ബ്രൗണി. നോ സീരിയസ്ലി ലൈക്ക് റിയലി ലവ്ഡ് ഇറ്റ്.
So if you guys want to try, please try this. It's a bit on the expensive side അല്ലയോ. പ്രൈസ് വൈസ് കുറച്ച് കൂടുതലാണ്, പക്ഷെ ഇങ്ങനെ ചോക്ലേറ്റ് ഭ്രാന്ത് ഉള്ളവർക്ക് അത് മേടിച്ച് കഴിച്ച് നമ്മൾ എപ്പോഴും മേടിക്കുന്നില്ല. ഓൾസോ ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ഹാവ് കാരണമുണ്ട് എൻ്റെ കുട്ടി. പക്ഷെ എന്തായാലും ട്രൈ ചെയ്യണമെന്ന് നോക്കി. ഇപ്പം നമുക്കിത് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ ഓൾറെഡി ഹാഫ് നമ്മൾ കഴിച്ചു. സോ ലെറ്റ്സ് ഹാവ് എ ബൈറ്റ്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതിനത് ഇങ്ങനെ മെൽറ്റ് ആയി പോകും, കാരണം അതിന്റെ ഉള്ളില് ഫുള്ള് ചോക്ലേറ്റ് ഫിൽഡ് ആണ്. So good. ഇതൊരു ബെസ്റ്റ് ഡയറി മിൽക്ക് ഒരു കേക്ക് രൂപത്തിലാക്കിയിട്ട്, ഇറ്റ്സ് നോട്ട് ഡയറി മിൽക്ക്, ഒരു റിച്ച് ചോക്ലേറ്റ്. അത് നമ്മൾ ശരിക്കും ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് ആക്കിയിട്ട് പ്ലസ് കേക്കും കൂടി ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന നിങ്ങൾക്ക് ലെയർ ആണല്ലോ, ലൈക്ക് മേളിലൊരു ക്രസ്റ്റ് ലെയർ, ദെൻ വി ഹാവ് ദ കേക്ക് ലെയർ, ദെൻ ദ മിൽക്കി ബാർ, പിന്നെ അകത്തൊരു ചോക്ലേറ്റിൻ്റെ ലെയർ, ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഒരു ലെയർ ഉണ്ട്, പിന്നെ ലാസ്റ്റിലൊരു ക്രസ്റ്റ്, താഴെ ഒരു ക്രസ്റ്റും ഉണ്ട്. ആ മിൽക്കി ബാറിൻ്റെ ബൈറ്റ് വരുമ്പോൾ ഇറ്റ്സ് റിയലി ടേസ്റ്റി. അതൊരു വെറൈറ്റിയാണ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് സെല്ലർ. കിഡ്സ് ഒറിജിനൽ ആയി ഇതിൻ്റെ പേര്. ഓർഡർ ചെയ്യുമ്പോൾ തലാബാത്ത് ത്രൂ ചെയ്താൽ മതി, ബിക്കോസ് യു വിൽ ഗെറ്റ് ഇറ്റ് ലൈക്ക് വിത്തിൻ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. This is so good. You can't stop at one. അപ്പോൾ ഇത് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. ഓക്കെ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആൻഡ് ബിഫോർ ഹാവിങ് ജസ്റ്റ് കീപ് ഇറ്റ് ഔട്ട്സൈഡ് ദ ഫ്രിഡ്ജ് ഫോർ അറൌണ്ട് 10 to 15 minutes so that it softens a little bit. ഇല്ലെങ്കിൽ ഇച്ചിരി ഹാർഡായി പോകും, ക്യോങ്കി ഫ്രിഡ്ജ് മേ യു ആർ കീപ്പിംഗ് നോ. സോ ഇത് കണ്ടുപിടിച്ച കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യയുടെ ഓഫീസിൽ അടുത്തിരിക്കുന്ന അറബി എന്താ പറയാ, ഇവൾക്ക് 2 കൊളീഗ്സ് അറബീസ് ഉണ്ടായിരുന്നു, അതായത് UAE-ലുള്ളവര്. അവര് ഇത് മേടിച്ച് കഴിക്കുമ്പോൾ ഒരു പീസ് ഇവൾക്ക് കൊടുത്തു. അങ്ങനെ ഇവളെ പ്രലോഭനത്തിൽ പെട്ടുപോയി ഗൈസ്, പെട്ടുപോയി. ചോദിച്ചു ഞാൻ എവിടെ നിന്നാണ് മേടിച്ചപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തു, ബിക്കോസ് ഇറ്റ് വാസ് ദാറ്റ് ഗുഡ്. ഞാൻ അന്നേരം ഉടനെ എടുത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു ഐ ഹാവ് ടു ബൈ ദിസ്, ഐ ഹാവ് ടു ട്രൈ ദിസ്. എന്നിട്ട് മേടിച്ചിട്ട് നന്ദി പ്രകടനമായിട്ട് 2 കൊടുത്തു എൻ്റെ ഭാര്യ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി കിട്ടുള്ളൂ, 100 സംതിങ് പ്രൈസ് വരുന്നുണ്ട്. അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 36-37 പീസസ് ആണ്. 36 മിനി ബൈറ്റ്സ്. ഇത് ഫ്രഷ് ബാച്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തലാബാത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ they have their page also. They have given their website and അതിൽ അവർ എഴുതിയിട്ടുണ്ട് തലാബാത്ത് യാ ഫിർ ഉनके വെബ്സൈറ്റ് से ഓർഡർ कर सकते हो. സോ അതാണ് ഞങ്ങളുടെ ചെറിയ ബെസ്റ്റ് and must try brownies. കഴിഞ്ഞിട്ടില്ല അവളുടെ ആരാധന. അപ്പോൾ ഈ ഫ്രഷ് ബാച്ച് ബ്രൗണീസിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് UAE-ലുള്ളവർ ഒത്തിരി സമയം കളയണ്ട. ബ്രൗണി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് മേടിച്ചോ, അത് ഉറപ്പാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ദയവ് ചെയ്ത് അത് ചെയ്യും. നിങ്ങൾക്ക് 10 പൈസ ചിലവില്ലല്ലോ. സോ ഗൈസ്, ഞാൻ അത് പിടിച്ചെടുത്ത് വെക്കട്ടെ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് ടൈം. ബൈ. നീ വന്നിട്ട് ഇത് എത്രാമത്തെ മധുരാണേ? ഇത്ര മധുര, അത് ഭയങ്കര മധുര. ഇതിന്റെ പ്രീ വർക്കൗട്ട് പോസ്റ്റ് വർക്കൗട്ട് ഒക്കെ ആയിപ്പോ